ശബരിമലയാണ് എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കാരണം ശബരിമലയിലെ മറ്റെന്തൊക്കെ സഹിച്ചാലും അയ്യപ്പൻ്റെ സ്വത്തുക്കൾ, അയ്യപ്പന് വേണ്ടി ഭക്തജനങ്ങൾ ജീവിതം കൊടുത്ത് സമ്മാനിച്ച സ്വർണം ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ, അത് നഷ്ടപ്പെടുത്തിയതിനെ ആർക്കും പൊറുക്കാനാവില്ല. പക്ഷെ അതിൽ CPM ഇങ്ങനെ കളം നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ രാഷ്ട്രീയമാണ് അപ്പുറത്തും ഇപ്പുറത്തും. വാദിയും CPM ആണ്, പ്രതിയും CPM ആണ് എന്ന മട്ടിലാണ്. CPMകാരൊക്കെ കുഴപ്പക്കാരായതുകൊണ്ടാണ് IAS-കാരനായ കെ ജയകുമാറിനെ അവിടെ ചെയർമാൻ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്ത് കൗതുകമുള്ളൊരു ചോദ്യം ഞാൻ സാറുമായിട്ട്, ഇപ്പോൾ സാറ് പത്തനംതിട്ടക്കാരൻ, മീൻസ് ഏറ്റവും ചുരുങ്ങിയത് അടൂർക്കാരനാണല്ലോ, ഞങ്ങളെക്കാളൊക്കെ അടുപ്പമുള്ള ശബരിമലയായിട്ട്. എൻ്റെ മനസ്സിലൊരു ചോദ്യം ഇതാണ്: സത്യത്തിൽ ഈ ശബരിമല ഇത്രയേറെ വഷളായിട്ടും അതിൽ നിന്ന് മുതലെടുക്കാൻ കഴിയേണ്ടിയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിലുണ്ടല്ലോ. ഒന്ന് UDF ആണ്, ഇലക്ഷൻ സമയം 2 ഇലക്ഷൻ തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അത് മുതലെടുക്കേണ്ട, ശബരിമല പോലെ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം, മനുഷ്യനെയും ദൈവങ്ങളെയും പറ്റിച്ച ഒരു പ്രശ്നം, അയ്യപ്പനെയും ആളുകളെ ഒരുമിച്ച് പറ്റിച്ച ഒരു ഇഷ്യൂ ആണല്ലോ. അതുണ്ടായിട്ട് പോലും കോൺഗ്രസ്, UDFൻ്റെയോ BJPയുടെ മുന്നണിയോ, മീൻസ് UDFൻ്റെയോ NDAയുടെയോ ഒരു പ്രകടനമോ അത് മുതലെടുത്തിട്ട് വോട്ടാക്കി മാറ്റണം, ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറണം എന്നൊരു ചിന്തയോ എന്തുകൊണ്ടാണ് വേണ്ട വിധം പ്രകടമായി കാണാത്തത്? ഡിഫൻസിലാണ്, CPM ഡിഫൻസിലാണ്. അത് അവർ നന്നായി കളിക്കുന്നുണ്ട്. CPM എന്ന പാർട്ടി മുഴുവൻ തകർന്നു പോയാൽ പോലും പിണറായി വിജയന് ജയിച്ചു കയറാനുള്ള ഫോർമുലകളൊക്കെ അദ്ദേഹം ഒപ്പിച്ചു കയറുന്നുണ്ട്. എന്താ പറ്റുന്നത് നമ്മളെ പ്രതിപക്ഷത്തിന്? എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, കാക്കമലെന്ന് പറഞ്ഞാൽ പോലും ഏറ്റെടുക്കുന്നതാണല്ലോ പ്രതിപക്ഷവും BJP ഒക്കെ. ഇതിനകത്ത് ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ജനം ധരിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇന്ന് സതീശൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധയിൽ പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കോടതി വന്നതിന് ശേഷമാണ് ഈ ശബരിമല കൊള്ളയെ പറ്റി അറിഞ്ഞത്. അപ്പൊ എനിക്ക് സതീഷിനോട് പറയാനുള്ളത്, അദ്ദേഹം കണ്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 ഫോട്ടോസ് ഉണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട UDF കൺവീനറെ അദ്ദേഹത്തിന് അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അടൂർ പ്രകാശ്. അതുപോലെ പത്തനംതിട്ട MP അദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം KPCC പ്രസിഡന്റ് ആക്കുന്നതിന് തുലവും കൊണ്ടുവന്ന ആള് ഒരു ഏതാണ്ട് പറയത്തില്ല, നമ്മള് ലക്കിന് തട്ടിപ്പോയി, കപ്പിനിടയ്ക്ക് പോയി. അപ്പൊ രണ്ടുപേരെ അദ്ദേഹത്തിന് അറിയാവുന്നല്ലോ. അദ്ദേഹത്തിന് രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ വളരെ വ്യാപകമായിട്ട് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് അറിയാമോ അറിയത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, അല്ല ഇപ്പോഴും അത് തന്നെ, രാഹുൽ ഗാന്ധിയെക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ അമ്മയാണല്ലോ സോണിയാഗാന്ധിയുടെ കൂടെ സമൂലം കുടുംബമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വളരെ വലിയ പ്രചാരത്തിൽ വരുന്നുണ്ട്. അപ്പൊ സതീഷിന് അറിയത്തില്ലെങ്കിൽ സതീഷിന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി അറിയുന്നതിന്റെ അർത്ഥം. അപ്പൊ സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവായല്ലോ, എന്താണ് ഈ പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ വരാത്തതെന്നുള്ളതിന്റെ ഉത്തരവായല്ലോ. ഇനി രണ്ടാമത്, ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വേല വർത്തമാനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് അതിന്റെ കസ്റ്റോഡിയൻ, ഞങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്നു CPM അല്ല, വല്ല കാർട്ടലിന്റെ ആൾക്കാർ കോൺഗ്രസ്സാ. നിങ്ങൾക്ക് ഇപ്പം സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധം കണ്ടില്ലേ, മറ്റു ചിലരുമായിട്ടുള്ള ബന്ധം കണ്ടില്ലേ? അത് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അനങ്ങാതിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന പുള്ളി അവിടെ നിന്ന് ED ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അതല്ല, രാജീവ് ചന്ദ്രശേഖരനെ പറ്റി നമുക്കറിയാം. എനിക്ക് അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഒരു പങ്കും കാണത്തില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിന് മുമ്പ് BJP ഇവിടെ ഉണ്ടായിരുന്നു, BJP നേതാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണെന്ന് അദ്ദേഹത്തിന് അറിയാവില്ല. കാരണം ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി BJP നേട്ടം ഉണ്ടാക്കുന്നതിനും കൊണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇരുന്നവരെന്താ മിണ്ടാത്തിരിക്കുന്നത്, എന്തിനും വിഷയം ഉണ്ടാക്കുന്നത്? അപ്പം ആർക്കൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇതിനകത്ത് കയറി കൈയിട്ടാൽ, ഇത് വിശാലമായാൽ, കോടതി പറഞ്ഞതുപോലെ ഗൂഢാലോചന സിദ്ധാന്തം വെളിയിൽ വന്നാൽ, ഈ പറയുന്ന പപ്പം പറഞ്ഞിട്ട് കയറി, ഞാൻ പലവട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. ഞാൻ കയറിയത് 2017 2016 പിണറായി സർക്കാർ വരുന്നത്. അതിന് ശേഷമുള്ള CPM നേതാക്കന്മാരെയാ പിടിച്ചിരിക്കുന്നത്. അതിനു മുമ്പും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്, തന്ത്രിയും ഉണ്ട്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും മറ്റൊരു മന്ത്രിയും കൂടെ കൊള്ള നടത്താമെന്നതിന്റെ അർത്ഥം. അത് രാഷ്ട്രീയ വർത്തമാനമാണ് പപ്പന്റെ രാഷ്ട്രീയ വർത്തമാനമാണ്. പപ്പൻ പിന്നെ രണ്ടാമത് രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുവരെ പോയിട്ടില്ല. തന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് അതിനകത്ത് വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. മന്ത്രി പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഞാൻ ഒരിടത്തിരുന്നു, എനിക്ക് പറഞ്ഞാൽ കേൾക്കാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്ന ചില ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞാനല്ല ഇതിന്റെ പുറകിൽ, എനിക്ക് പറഞ്ഞാൽ കേൾക്കേണ്ട ചില ആൾക്കാർ മുകളിൽ നിന്ന് പറഞ്ഞു. അവിടേക്ക് ഈ പറയുന്നത് പോലെ ഇമെയിൽ അയച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി.
അവിടെ നിന്ന് എനിക്ക് ലെറ്റർ എൻ്റെ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ നീക്കുപോക്ക് നടത്തി. അത് വ്യക്തമായിട്ട് പറഞ്ഞ കടകംപള്ളിച്ചനെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. ഇത്രയും പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറേ, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇലക്ഷൻ, ഒന്ന് ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ, രണ്ടാമത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ. BJP ശബരിമല കൊണ്ട് രക്ഷപ്പെട്ട പാർട്ടി. നിങ്ങൾക്കറിയാം, മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നമ്മൾ നോക്കുമ്പോൾ 1 ലക്ഷം 1.25 ലക്ഷം വോട്ടം അതിന് മുമ്പലത്തെക്കാട്ടിൽ കൂടുതൽ മേടിച്ച് ജയിക്കുന്ന ഘട്ടത്തിലേക്ക് വന്ന ഒരു സീറ്റാണ്. മോശം 1.25 ലക്ഷം വോട്ട് പിടിക്കുന്ന ആ നീതിയിലേക്ക് ഉള്ള ഒരു മുദ്രാവാക്യം എന്താണ്? ശബരിമലക്കെതിരെ CPM നടത്തിയ ഒരു നീക്കം, അതായത് ആചാരലംഘനത്തിനെതിരെ നടത്തിയ ഒരു നീക്കം, ഈ മുദ്രാവാക്യം മാത്രം ഏറ്റെടുത്തു, അല്ലെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ഈ പറയുന്ന BJP ആണെന്ന് കണ്ടുകൊണ്ടാണ് ജനങ്ങളുടെ കൂടെ തന്നെ. അപ്പൊ ഇത്രയും വലിയൊരു കൊള്ള ആരെങ്കിലും സഹിക്കുവോ? സാധാരണക്കാരൻ ഇത് സാധാരണക്കാരനിടയിലേക്ക് വേണ്ട വിധത്തിൽ കൊണ്ടുവരുന്നതിന് എന്തിന് BJP പറയുന്നു? അവിടെ കണ്ടൊരു ദിവസം രാഹുൽ സമരം കിട്ടും. അപ്പൊ അന്ന് നേരം എടുത്ത് ഇരുട്ടോ. അപ്പൊ രാഹുൽ സമരം ഞാൻ എടുത്ത തുടർച്ചയായിട്ട് ഞാൻ നേരം വിളക്ക് ഇരുട്ടും. അതിനുള്ള തിരുവനന്തപുരത്താകുമ്പോൾ അതിനുള്ള പ്രവർത്തകരുണ്ടല്ലോ, ഒരു റിലേ സത്യാരം പോലെ കിടക്കാവില്ല. എന്താ നടത്താതെ? എന്തുകൊണ്ടാണ് പ്രതിഷേധമില്ലാത്തത്? എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇടിച്ചു കയറാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തടയാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദേവസ്വം മന്ത്രിയെ കാര്യം കൂടി കാണിക്കാത്തത്? അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇതിനകത്ത്, അതായത് എക്സസ്. ഈ കൊള്ളയ്ക്കകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചക്കരക്കുളത്തിൽ കൈയിട്ട പലരും ഉണ്ട്. BJP ഉന്നതനുണ്ട്, കോൺഗ്രസിന്റെ ഉന്നതനുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഞാനിപ്പോ ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുമായിട്ടുള്ളത്, സോണിയാഗാന്ധിക്ക് ഈ പറഞ്ഞ ഹിന്ദു സംസ്കാരത്തിന് വൈകാരികതയുള്ള നേതാവൊന്നുമല്ല. കോൺഗ്രസിന്റെ പഴയ പുറകോട്ടുള്ള നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ അതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഇവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സന്യാസിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് പറഞ്ഞാൽ വ്യക്തമായിട്ടില്ല. എവിടെയെങ്കിലൊക്കെ ചാരിപ്പൂരിയും ഒക്കെ പോകുന്നതൊക്കെ കണ്ടു. ഉണ്ണികൃഷ്ണൻ പോരി എന്ന് പറഞ്ഞ ഒരു കൂറ, എന്റെ പ്രസ്ഥാനത്തിൽ പറയാം, ഈ ലിസ്റ്റിനകത്ത് വരുന്നതിനകത്ത് ഒരു ഏറ്റവും താഴെത്തട്ടി കിടക്കുന്നത്, അദ്ദേഹം കൂറെന്ന് ഉദ്ദേശിച്ചല്ല, വേറെ കൂറയല്ല, ഉള്ള ഒരാളിനെ പിടിച്ച് അവിടെ നിർത്തുകയും ഭാര്യ ഉൾപ്പെടെ അവിടെ നിൽക്കുകയും ആ ഒരു ബന്ധം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ പഴയ സാധനം എടുത്ത് കച്ചവടം ചെയ്യുന്ന മരുമോന്റെ പണി, നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ ചെറിയ പണിയല്ല, അമ്മായിപ്പന്റെ പണി, മരുമോന്റെ അച്ഛന്റെ പണി. അതാ പിച്ചള പാത്ര കച്ചവടക്കാരൻ. ഇയാൾ വലിയ വലിപ്പത്തിൽ വലിയ രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ആന്റി സാധനം കളക്ട് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളാ. ഇത് അങ്ങ് കടല് കടന്നോ കോടതി ചോദിച്ചതുപോലെ? എന്റെ ഒരു സംശയമാണ്, ഇത് കടല് കടന്നോ കോടതി ചോദിച്ചതുപോലെ? ഈ കാർട്ടലിനകത്ത് ഇതേ ഉണ്ടോ? കാർട്ടൽ എന്ന് പറയുമ്പോൾ പിടിക്കാൻ പറ്റാത്ത, എത്താൻ പറ്റാത്ത, ഒരുപക്ഷെ NIAക്കും ഈ പറയുന്ന കേന്ദ്ര സംഘത്തിന് പോലും എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉള്ള ഒരു കാർട്ടലായിട്ട് ഒരു ഇത് നമ്മൾ എത്ര പറയുമ്പോഴും, കോൺഗ്രസ് ആണെങ്കിലും വാദ്ര ആണെങ്കിലും ഒക്കെ ചിലപ്പം BJPക്ക് അകത്ത് പോലും വാദ്ര അടുത്തോട്ട് പോകുന്നതിന് അവിടെ നിന്നാട്ട് ശരിയാണ് ശരം കഴിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു കാർട്ടലിലേക്ക് ഈ സംഭവം പോയോ? അതുകൊണ്ടാണോ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? ഈ അന്വേഷണം മുന്നോട്ട് പോകണം നമ്മൾ മുറവിളി കൂട്ടുമ്പോ അന്വേഷണം പിന്നോട്ട് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇവരൊക്കെ. അതെ, പിന്നോട്ട് പോയാൽ എവിടെ? അതാ ഞാൻ പറഞ്ഞു, പിന്നോട്ട് പോയാൽ 2017 പിന്നോട്ട് പോയാൽ 2007 തൊട്ട് അന്വേഷിച്ചാൽ. ആ സാർ പറഞ്ഞു വളരെ കറക്റ്റായിട്ടുള്ള പോയിന്റ്. അതെ ഞാനും പറഞ്ഞു. പപ്പൻ സാറ് പറഞ്ഞതിലെല്ലാം ഉണ്ട് അല്ലേ? പപ്പൻ രാഷ്ട്രീയക്കാരന് മൊത്തം മനസ്സിലാവും, സാധാരണക്കാരന് മനസ്സിലാവത്തില്ല. 2007 എന്നൊക്കെ പറഞ്ഞ ആർക്ക് ചെന്ന് കൊള്ളുന്ന. അതെ. അതിനകത്ത് നമ്മൾ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത് തിരുത്തൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും കോൺഗ്രസിന്റെ അന്നിരുന്ന അദ്ദേഹത്തിന് അവിടെ മുന്നോട്ടും പ്രസിഡന്റ് ആയണൊക്കെ ചരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കൊള്ളാവുന്ന ആളായിരുന്നു. അതിനകത്ത് ചെയർമാനായിട്ട് അയാള് അന്ന് പറഞ്ഞിട്ട് പോയ വർത്തമാനം, അദ്ദേഹം ഇരുന്നപ്പോൾ അവിടെ ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് അവിടെ ഇതിനകത്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കി വെച്ചില്ല. ആ സിസ്റ്റം മൊത്തവും ഈ പ്രവർത്തിപ്പിക്കാൻ ചെന്ന ആളിന്റെ അഗൻസ്റ്റ് ആയാലും എങ്ങനെ പ്രവർത്തിപ്പിക്കും സാറേ? എത്ര പറയുമ്പോഴും നമ്മളീ പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ മൊത്തവും ഇപ്പം ജോലി ചെയ്യിപ്പിക്കാനിരിക്കുന്ന ആൾ മേലുദ്യോഗസ്ഥനെ അംഗീകരിക്കാതെ മൊത്തം കൂടെ അംഗീകരിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറയുന്ന സിസ്റ്റത്തിൽ നിങ്ങൾ നിന്നാൽ ഞങ്ങൾ ജോലി ചെയ്യാം. അതെ, അങ്ങനെ ആവുമ്പോ പ്രശാന്ത് സാർ പറഞ്ഞു വരുന്നത് ഈ CPM-ഉം BJP-യും പതുക്കെ ഒരു സൈലന്റ് കോർണറിലേക്ക് മാറിക്കൊടുക്കുകയും പിണറായി വിജയനും കൂട്ടരും ഡിഫൻസ് കളിക്കുകയും ചെയ്തിട്ട് പിണറായി തന്നെ അങ്ങോട്ട് വിൻ ചെയ്ത് പോയിക്കോട്ടെ എന്നൊരു ധാരണ. സാറി പറഞ്ഞതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇവിടെ ജയിച്ചിരിക്കുന്ന CPM അല്ലേ സാറ്? സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ, നമ്മൾ അതുകൂടെ പറഞ്ഞു നിർത്താം. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചിലരെ ആൾക്കാരെ വിശ്വസിച്ചേൽപ്പിച്ചു. ഞങ്ങൾ വിചാരിച്ച ആൾ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ? സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ, അല്ലെങ്കിൽ നമ്മുടെ മാമൂലികളൊക്കെ. അങ്ങനെ ഇതിനകത്ത് കുറെ പേര് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആട്ടും തോലിന്റെ ചെന്നായി പോലെ കയറിപ്പറ്റി.
അവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്താക്കുന്നു. ഇനിയും വരട്ടെ, ഇനിയും പുറത്താക്കും. അതായത് അടുത്ത അറസ്റ്റ് മന്ത്രി കടകംപള്ളിയിലേക്ക് അത്ഭുതപ്പെടാനില്ല, എന്നാലും ഞങ്ങൾ പുറത്താക്കും. അപ്പൊ യുവമാരും മിണ്ടാതിരിക്കുകയും അവർ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇതിന് രണ്ടിനും, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യും. സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ട് അടുത്ത പ്രാവശ്യം അവർ തന്നെ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ CPM തന്നെ മോഷ്ടിക്കും, CP തന്നെ ജയിക്കും. ജയിക്കും. അല്ല, മോഷ്ടിക്കുന്ന ഞാൻ അതിനകത്ത് പറയുന്നില്ല. എന്തായാലും ഇതിനകത്ത് മോഷ്ടാവ് CPM മാത്രമല്ല. CPM വ്യക്തത വരുത്തി പറയുന്നു, മോഷ്ടിച്ചവനെ ഞങ്ങൾ കണ്ടെത്തി, വിശ്വസിച്ച് ജയിപ്പിച്ചു. പക്ഷെ അവനിനി ഈ പാർട്ടിക്കകത്ത് കാണത്തില്ല. പക്ഷെ മോഷ്ടാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വായും പൊത്തിയിരിക്കുന്ന കോൺഗ്രസിനെയും BJPയെയും ഇവിടെ കാണാൻ സാധിക്കും. ഞാനൊരു വാക്യം തിരുത്തി പറയാം. മോഷ്ടിച്ചത് ആരൊക്കെയാണെങ്കിലും ജയിക്കുന്നത് CPM ആയിരിക്കും. സാറിന് ഇഷ്ടം പോലെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.